ചില ദിവസങ്ങൾ അങ്ങ് കഴിയുമ്പോഴത്തേനും എൻ്റെ കോലം ദാ ഇങ്ങനെയും എൻ്റെ റൂമിൻ്റെ കോലം ദാ ഇങ്ങനെയും ആയിരിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഇന്നത്തെ ദിവസം ഭയങ്കര അൺപ്രൊഡക്റ്റീവ് ലേസി ഡേ ആയിരുന്നു. പക്ഷേ അല്ല, ദിസ് മീൻസ് ഇന്നാണ് ഞാൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്നാപ്പിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ട്രാൻസിഷൻ പോലെ ഇതൊക്കെ ക്ലീൻ ആയി വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പറ്റില്ലല്ലോ, ഞാൻ തന്നെ ഇറങ്ങണം. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കൽ. റൂമിൻ്റെ എല്ലാ ഭാഗവും വൃത്തികേടായതുകൊണ്ട് എവിടെ തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടണം. കൂട്ടിയിട്ട കൂമ്പാരത്തിലേക്ക് നോക്കി ഒരു മിനിറ്റ് സൈലൻ്റ് ആയിട്ട് അങ്ങ് നിൽക്കും. അതെന്നെ തിരിച്ചു നോക്കും. പിന്നെ ഒരു 1-2 മിനിറ്റ് ഞങ്ങൾ സൈലൻ്റായി തർക്കിച്ച ശേഷം ഞാൻ തന്നെ ഇറങ്ങും. ഈ ടേബിൾ ഉപയോഗിക്കുമ്പം ടേബിൾ നല്ലെടുത്ത് കട്ടിലിൽ വെക്കുക, കട്ടിൽ ഉപയോഗിക്കുമ്പോൾ അത് തേച്ച് ടേബിളിലേക്ക് വെക്കുക, അങ്ങനെ ഒരു കാര്യം എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലീനിങ് വീക്ക്ലി വൺസ് നടക്കാറുള്ളതാണ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. എല്ലാം നിരത്തിയിട്ട് പക്ഷെ തിരിച്ച് അത് അതിൻ്റേതായ സ്ഥാനത്ത് പോയിരിക്കുന്നതാണ് നല്ല രസമാണ്. യൂഷ്വലി ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സൺഡേസിലാണ്. ഒട്ടുമിക്ക എല്ലാ സൺഡേസിലും ഞാൻ എൻ്റെ കബോർഡും ബെഡും ടേബിളും ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ മെസ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത ആൾ ഒന്ന് ക്ലീൻ ആയിട്ട് വരിക എന്നുള്ളതാണ്. അതും അത്ര ഈസി പരിപാടിയല്ല. ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനപ്പ് ഉള്ള ദിവസം അതും കുറച്ച് സമയമെടുക്കുന്ന പരിപാടിയാണ്. ഇത്ര നേരം പണിയെടുത്ത് ഇത്രയും വലിയൊരു കുളി കഴിയുമ്പോഴത്തേനും നല്ല ദാഹമായിരിക്കും. അപ്പോൾ കുളി കഴിഞ്ഞു വന്നാൽ പിന്നെ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും. അതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ. വീക്കിലി ഒരിക്കലും ഇങ്ങനെ ഒന്ന് റീസെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത വീക്കിൻ്റെ കാര്യം നോക്കേ വേണ്ട. എവിടെയോ നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ലാസ്റ്റ് ചെറുതായിട്ടൊരു സെൽഫ് കെയറും കൂടെ ചെയ്താൽ ആ ദിവസം അങ്ങ് കംപ്ലീറ്റ് ആയി. ഒരു മോയ്സ്ചറൈസും കൂടെ ഇട്ട് ഇതൊന്ന് സീൽ ചെയ്താൽ കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓഫാക്കി നമ്മൾ ആ ആംബിയൻസ് ലൈറ്റ് മാത്രം ഇട്ടിട്ട് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കണം. അടുത്ത മെസ്സ് ഉണ്ടാക്കുന്നവരെ ഇതിങ്ങനെ ഇരുന്നു.